ഹലോ നമസ്കാരം. നമ്മളിന്ന് ഗസീബോയിൽ ഒരു കസ്റ്റം വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഉദാഹരണം പറയട്ടെ. എൻ്റെ പ്രൊജക്റ്റ് ഒരു ക്വാറന്റൈൻ സർവീസ് റോബോട്ടാണ്. നമുക്കതിൻ്റെ സിമുലേഷൻ ചെയ്യണമെങ്കിൽ അതിന് ബേസിക്കലി ഒരു വേൾഡ് വേണം. അപ്പോൾ ഒരു ഐസൊലേഷൻ വാർഡിൻ്റെ എൻവയോൺമെൻറ്റ് ഗസീബോയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മളിന്ന്. നിങ്ങളുടെ ഇതൊരു മൊബൈൽ റോബോട്ടാണെങ്കിലോ അല്ലെങ്കിൽ ഒരു റോബോട്ടിക് ആം ആണെങ്കിലോ എന്താണെങ്കിലും അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സിമുലേഷൻ എൻവയോൺമെൻ്റ് ആണ് ഗസീബോ. സോ നമുക്കിന്ന് എങ്ങനെയാണ് ഗസീബോ വേൾഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഗസീബോ മോഡൽ ലോഞ്ച് ചെയ്യുക. എൻ്റെ ഇതൊരു മൊബൈൽ റോബോട്ടാണ്. ഓക്കെ, എന്നിട്ട് എഡിറ്റ് ബിൽഡിംഗ് എഡിറ്റർ. നമുക്ക് വോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഒരു പ്ലാൻ വരച്ചെടുക്കുന്നത് പോലെ മൊബൈൽ റോബോട്ടിന് ചുറ്റും നമ്മളുടെ വോൾ വരച്ചെടുക്കുക. നമുക്കൊരു ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഐസൊലേഷൻ വാർഡ് സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ക്വാറന്റൈൻ സർവീസ് റോബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹോം പൊസിഷൻ പോലെ ചാർജിങ് സെറ്റപ്പൊക്കെ ഉള്ളൊരു റൂം. അതുകൂടാതെ ഇതിന് ഓരോ റൂംസിൽ പോയിട്ട് പേഷ്യൻസിനെ ഓൺലൈൻ കൺസൾട്ടേഷൻ പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 സെപ്പറേറ്റ് റൂംസ്. ഓക്കെ, നമ്മളൊരു പ്ലാൻ പോലെ വോൾ എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ച് വരച്ചെടുക്കുന്നു. നമുക്ക് അതിൻ്റെ ഒരു 3D മോഡൽ താഴെ കാണാനും സാധിക്കും. മുകളിലൊരു 2D മോഡലും താഴെ ഒരു 3D മോഡലും കാണാൻ സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കളർ കൊടുത്താലോ. ഓക്കെ, ആഡ് കളർ എടുക്കുക, കൊടുക്കുക. കളറിനെക്കാട്ടിലും നല്ലത് ടെക്സ്ചറാണെന്ന് തോന്നുന്നു. സോ ഞാൻ ബ്രിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബ്രിക്സിൻ്റെ ടെക്സ്ചർ വെച്ചിട്ടൊരു വോൾ ഉണ്ടാക്കി. ഇനി അടുത്തായിട്ട് വിൻഡോ സെലക്ട് ചെയ്യുക. വിൻഡോ നമ്മൾ മുകളിലുള്ള 2D മോഡലാണ് പ്ലേസ് ചെയ്യുന്നത്. അതിനനുസരിച്ച് താഴെ വരും. ഓക്കെ, വിൻഡോ ഒക്കെ കൊടുത്തു. ഇനി അടുത്തായിട്ട് ഡോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡോർ കൊടുക്കുന്നു. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് ഫില്ല് ചെയ്ത് കൊടുത്തു. അതും ഇതുപോലെ ബ്രിക്സ് ടെക്സ്ചർ കൊടുത്തു. ഇതുപോലെ ഡോർ കൊടുക്കുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 3 റൂമും പ്ലസ് ഒരു എക്സ്ട്രാ റൂമൊക്കെ ഉള്ളൊരു ഐസൊലേഷൻ വാർഡ് സെറ്റപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി സ്റ്റെയർസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്ത് നമ്മളത്തെ 2D പ്ലാനിലോട്ട് കൊടുക്കുന്നു. നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് സൈസ് കൂട്ടാം കുറയ്ക്കാം. അതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് കൂട്ടാനും അതുപോലത്തെ കാര്യങ്ങൾ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ടെക്സ്ചർ കൊടുത്തു. ഓക്കെ, സേവ് ചെയ്യുക വേൾഡ്. അതിനുശേഷം എക്സിറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ഓരോ റൂമിലും എന്തൊക്കെ മോഡൽസ് വെക്കണം എന്ന് നോക്കാം. ഇൻസേർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ കഫേ ടേബിളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബുക്ക് ഷെൽഫ്, വാക്കിംഗ് മാൻ, സ്റ്റാൻഡിങ് മാൻ, അങ്ങനെ കുറച്ച് മോഡൽസ് ക്ലിക്ക് ചെയ്ത് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ചെയ്തു. നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി .gazebo ഫോൾഡറിൽ മോഡൽസ് എന്ന ഫോൾഡറിൽ ആ മോഡൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ അങ്ങനെയുള്ളൊരു മോഡലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ടേബിളിൻ്റെ മുകളിൽ ഒരു ബൗൾ പ്ലേസ് ചെയ്താലോ. ഓക്കെ, ബൗളിൻ്റെ മോഡൽ എടുക്കുക. ബൗളിന് നോർമലി ഒരു ഗ്രാവിറ്റി ഉണ്ടാകും. സോ നമുക്ക് ഗ്രാവിറ്റി ഓഫ് ചെയ്യണം. ആദ്യമായിട്ട് ബൗൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗ്രാവിറ്റി ഫോൾസ് കൊടുത്തു. ക്രോസ് ആരോ ഉപയോഗിച്ച് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ടേബിളിന് മുകളിലായിട്ട് വെക്കുക. അതിനുശേഷം ഗ്രാവിറ്റി ട്രൂ ആക്കുക. അപ്പോൾ ഗ്രാവിറ്റി കാരണം ബൗള് ടേബിളിൽ വീഴും. ഒരുപാട് ഹൈറ്റിൽ വെക്കരുത്, ചിലപ്പോൾ താഴെ വീണ് പോകും, മറിഞ്ഞു പോകും. വേൾഡ് സേവ് ചെയ്യുക. വേൾഡ്സ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി ഇടുക മൂവ് ഇറ്റ് പാക്കേജിൽ. എന്നിട്ട് വേൾഡ് സേവ് ചെയ്യുക .വേൾഡ്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ വേൾഡ് റോബോട്ടിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് സ്പോൺ ചെയ്യണം. അതിനുവേണ്ടി വേൾഡായിട്ട് ക്രിയേറ്റ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മളിപ്പോൾ റോബോട്ടും കൂടെ ചേർത്താണ് ലോഞ്ച് ചെയ്തത്. കാരണം റോബോട്ടിൻ്റെ ഒരു സൈസിൻ്റെ ഒരു റെഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്, അല്ലാതെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ റോബോട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഈ വേൾഡ് ഫയൽ ഉണ്ടാകും. ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ 2 സ്ഥലത്തുണ്ട്, അവയെല്ലാം ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത ശേഷം സേവ് ചെയ്യുക. അതിനുശേഷം മോഡൽ ഒന്നുകൂടി ലോഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മളുടെ റോബോട്ടിൻ്റെ കൂടെ നമ്മളുടെ വേൾഡും സ്പോൺ ആയിട്ട് വരും. വേൾഡ് സ്പോൺ ആയിട്ടില്ല, കണ്ടല്ലോ. അപ്പോൾ വേൾഡ് സ്പോൺ ചെയ്യണം. അതിനൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്.
നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വേൾഡ് നമുക്കൊരു ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യണം, എന്നാൽ മാത്രമേ സ്പോൺ ആവുകയുള്ളൂ. ഓക്കെ, നമ്മളുടെ ഐസൊലേഷൻ വാർഡ് ഇതുപോലെ സ്പോണായി വന്നിട്ടുണ്ട് റോബോട്ടിൻ്റെ കൂടെ. ഇനി ജസ്റ്റ് ഒന്ന് റോബോട്ട് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വർക്കിംഗ് ആണ്. അവസാനമായിട്ട് ഒരു മോഡലിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. നമ്മളുടെ സ്റ്റാൻഡിംഗ് മാൻ എടുത്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, എഡിറ്റ് മോഡൽ, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ലിങ്ക് ഇൻസ്പെക്ടർ, വിഷ്വൽ ടാബ് എടുത്തു, അതിൽ ജോമെട്രിയിൽ പകുതിയാക്കി, XYZ കോർഡിനേറ്റ്സ് പകുതിയാക്കി, 0.5 കൊടുത്തു. ഇപ്പോൾ കാണാം വിഷ്വലും കൊളിഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി കൊളിഷനും ഇതുപോലെ തന്നെ പകുതിയാക്കി കൊടുക്കുന്നു. സോ വിഷ്വലും കൊളിഷനും സെയിം ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പോൾ ഈ മോഡൽ നമ്മളുടെ ഇൻസേർട്ട് ലിസ്റ്റിൽ ഈ ചെറിയൊരു മോഡലും കൂടെ സേവ് ആയിട്ടുണ്ടാവും. നോക്കൂ, പുറകിലുള്ള മോഡലിനെക്കാട്ടിലും എത്രമാത്രം ചെറുതാണിതെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.